നൂറ്റാണ്ടുകൾക്കപ്പുറം നിബിഡമായ കാടുകളുടെ ഉള്ളറകളിൽ കുറച്ച് വേട്ടക്കാർ വേട്ടയാടുകയായിരുന്നു. പ്രകൃതിയുടെ നിശബ്ദത ഭേദിച്ച് അവരുടെ കാലച്ചകൾ മാത്രം മുഴങ്ങി. കൂട്ടത്തിലൊരാൾ തന്റെ അമ്പിന്റെ മൂർച്ച കൂട്ടാനായി അടുത്തു കണ്ട കറുത്ത ഒറ്റ കല്ലിൽ ആ അമ്പ് ഉരയ്ക്കുകയുണ്ടായി. ആ നിമിഷം സംഭവിച്ചത് ആരെയും നടുക്കുന്നതായിരുന്നു. അമ്പുരസിയ കല്ലിന്റെ ഭാഗത്തു നിന്ന് ചുവന്ന ദ്രവം ഇറ്റുവീഴാൻ തുടങ്ങി. അവർ കണ്ടത് വെറും വെള്ളമല്ല, അത് ചോരയായിരുന്നു. ഘോര വനത്തിനുള്ളിലെ കല്ലിൽ നിന്ന് രക്തമൊഴുകുന്ന ആ കാഴ്ച കണ്ട് വേട്ടക്കാർ ഭയന്നു വിറച്ചു. അവർ ഉടൻ തന്നെ അടുത്തുള്ള ഗ്രാമത്തിലെ താന്ത്രിക വിദ്യകളിൽ അതിയായ പ്രാവീണ്യമുള്ള ഒരു നമ്പൂതിരിയെ ഈ അത്ഭുതം അറിയിച്ചു. ആശ്ചര്യം നിറഞ്ഞ വേട്ടക്കാരന്റെ വാക്കുകൾ കേട്ട് ആ നമ്പൂതിരി ആ സ്ഥലത്തേക്ക് യാത്രയായി. അങ്ങനെ ആ കല്ലിന്റെ അടുത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ ഇരുന്ന് അദ്ദേഹം ധ്യാനിച്ചപ്പോൾ നമ്പൂതിരിക്ക് ദിവ്യ ദർശനം ലഭിച്ചു. ഈ കാടിന്റെ ഉള്ളിൽ അനാദിയായി കുടികൊള്ളുന്ന ശക്തിയുടെ രഹസ്യം അദ്ദേഹം അറിഞ്ഞു. ആ കല്ല് മറ്റൊന്നുമല്ല, അത് സാക്ഷാൽ മഹാദേവന്റെ ഒരു സ്വയംഭൂ ലിംഗമാണ്. ഈ അത്ഭുതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അദ്ദേഹം തിരിച്ചു ഗ്രാമത്തിലെത്തി. തുടർന്ന് ഗ്രാമത്തിലെ പ്രമുഖരോട് ഈ അത്ഭുതം അറിയിക്കുകയും അവരെല്ലാം ചേർന്ന് രക്തമൊഴുകുന്ന കല്ലിന്റെ അടുത്തേക്ക് യാത്രയാവുകയും ചെയ്തു. അങ്ങനെ അവർ ആ കല്ലിന്റെ അടുക്കലെത്തി. എന്നിട്ട് ആ കല്ലിനെ ഭക്തിയോടെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു. ആദ്യം അവർ ജലം കൊണ്ട് ശുദ്ധീകരിച്ചു. രക്തപ്രവാഹം നിന്നില്ല. പിന്നെ നറുവെണ്ണ ഉപയോഗിച്ചു. അപ്പോഴും രക്തം ഒഴുകിക്കൊണ്ടേയിരുന്നു. ശേഷം പാൽ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടും അതിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൂടി നിന്ന് എല്ലാവരും നിരാശരായി നിൽക്കെ ഒരാൾ ഒരു ഇളനീരുമായി മുന്നോട്ട് വന്നു. ശുദ്ധമായ ഇളനീർ ആ കല്ലിൽ ഒഴിച്ചപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ആ രക്തപ്രവാഹം പൂർണ്ണമായും നിലച്ചു. ആ സമയമാണ് ആ നമ്പൂതിരി ചരിത്രപരമായ സത്യം എല്ലാവരോടുമായി പറയുന്നത്. പണ്ട് ദക്ഷയാഗം നടന്ന മാതാ സതി അഗ്നിയിൽ ആത്മഹൂതി ചെയ്ത സ്ഥലത്തിന് തൊട്ടടുത്താണ്. മാതാ സതിയുടെ ദുഃഖവും രോക്ഷവും പേറി ഭഗവാൻ ശിവൻ സ്വയംഭൂ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ പവിത്രമായ സ്ഥലത്തു നിന്ന് വന്ന ചോര ദക്ഷന്റെ യാഗഭൂമിയിൽ നിന്നുയർന്ന ബലിയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു. തുടർന്ന് പുനരുദ്ധാരണത്തിനായി സഞ്ചരിച്ച ആദിശങ്കരാചാര്യർ ഈ സ്ഥലം സന്ദർശിച്ചു. അദ്ദേഹം ക്ഷേത്രത്തിലെ ആചാരങ്ങളും പൂജാക്രമങ്ങളും ചിട്ടപ്പെടുത്തി. സ്വയംഭൂലിംഗമുള്ള മൂലസ്ഥാനം അക്കര കൊട്ടിയൂർ എന്നും നിത്യപൂജകൾക്കായി സ്ഥിരമായി സ്ഥാപിച്ച ക്ഷേത്രം ഇക്കര കൊട്ടിയൂർ അഥവാ തൃച്ചർമാന ക്ഷേത്രം എന്നും അറിയപ്പെട്ടു. മഹാഋഷി പരശുരാമനാണ് ഇക്കര കൊട്ടിയൂരിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വാസം. പശ്ചിമവാഹിനിയായ ബാവലി നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പവിത്ര ഭൂമിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം കലിയുഗത്തിന്റെ ദുഷ്ഫലങ്ങൾ ബാധിക്കാത്ത ഭൂമിയിലെ ഏക സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. അവിടെ ഭഗവാൻ ശിവൻ ഇന്നും ആദിശക്തിയുടെ ഓർമ്മയിൽ കുടികൊള്ളുന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.